സാൻഡ്രയുടെ ഫസ്റ്റ് വെഞ്ചർ ആയിട്ടുള്ള ഫ്രൈഡേ ഫിലിം ഹൗസ്. അപ്പൊ അതിന്റെ ഒരു തുടക്കം അങ്ങനെയായിരുന്നല്ലോ, ചെറിയ ചെറിയ മൂവീസ് എന്നാണല്ലോ പിന്നെ പെരിച്ചാഴിയിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പൊ അതൊരു വലിയ ലീപ്പായിരുന്നു. ആ ലീപ്പ് ഇപ്പൊ ആലോചിക്കുമ്പോ എടുക്കേണ്ടിയിരുന്നോ, അല്ലെങ്കിൽ അത് റൈറ്റ് ഡിസിഷൻ ആയോ? വാട്ട് ഡു യു തിങ്ക്? അതൊരു റൈറ്റ് ഡിസിഷൻ തന്നെയായിരുന്നു. ബിക്കോസ് നല്ല കൊച്ചു സിനിമകൾ ചെയ്ത ഒരു ബ്രാൻഡ് വന്ന് മോഹൻലാൽ പോലൊരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്തപ്പോഴാണ് ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ടാവുന്നത്. അവിടെ ബ്രാൻഡ് ബിൽഡിംഗ് മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഒരു തട്ടുപൊളിപ്പൻ പടമായി പോയി അത്. പക്ഷെ അതൊരു നല്ല പടം കൂടെ ആയിരുന്നെങ്കിൽ വേറെ രീതിയിൽ ആയേനെ. പക്ഷെ എന്നിട്ടും ഫ്രൈഡേ ഫിലിം ഹൗസിന് പെരിച്ചാഴി സിനിമ കാണിക്കുന്ന സമയത്ത് നമ്മുടെ സിഗ്നേച്ചർ ഫിലിം കാണിക്കുമ്പോൾ കയ്യടി അടിമാലി പോലത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കയ്യടിയായിരുന്നു. പിന്നെ നമ്മുടെ പടം നോക്കി, നമ്മുടെ ബാനർ നോക്കി ആൾക്കാർ സിനിമ കാണാനായിട്ട് വരാൻ തുടങ്ങി. അല്ല, ഫൈനാൻഷ്യലി അത് ഓക്കെ ആയിരുന്നു ആ ഒരു മൂവി. നമുക്ക് ഒരു പടത്തിലും നഷ്ടം വന്നിട്ടില്ല.